വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ മനുഷ്യരെയും അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും ദൈവം. ഇപ്പോൾ ഉദാഹരണത്തിന് വായു, വെള്ളം, അതേപോലെ തന്നെ മറ്റ് ഭൗതിക സാഹചര്യങ്ങളിൽ ഇതെല്ലാം ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് ദൈവം എല്ലാവർക്കും നൽകി. ഹിന്ദുവിനും മുസ്ലിമിനും നിരീശ്വരവാദിക്കും എല്ലാം നൽകിയിട്ടുണ്ട്. സൂര്യൻ്റെ പ്രകാശം എല്ലാവർക്കും ഒരേപോലെയാണ്, മഴ എല്ലാവർക്കും ഒരേപോലെയാണ് അപ്പോൾ നൽകിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്ന ദൈവം ഒരിക്കലും തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. ഒരു കൂട്ടർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു നൽകിയിട്ടില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ അർത്ഥത്തിൽ എല്ലാ മനുഷ്യന് ഭൗതികമായ പുരോഗതി അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വളർച്ച മനുഷ്യന് ആവശ്യമുണ്ട്, ഭക്ഷണം കഴിച്ച് വളരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് ഉള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള സാഹചര്യവും ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന പ്രവാചകന്മാർ. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീബുദ്ധൻ, കൺഫ്യൂഷ്യസ്, ജീസസ്, മോസസ്, അബ്രഹാം മുതലായ എല്ലാ പ്രവാചകന്മാരും. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആവുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരിലും വിശ്വസിക്കുകയും ഈ എല്ലാവരിലും വിശ്വസിക്കുമ്പോൾ ഒരിക്കലും തന്നെ മറ്റുള്ളവരെ നമുക്ക് വെറുക്കാൻ സാധിക്കുകയില്ല. ശ്രീകൃഷ്ണനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയെയും അതേപോലെ തന്നെ ഇന്ത്യയിലെ ജനസമൂഹത്തെയും വെറുക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ മാനവൈക്യത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ എല്ലാ ആളുകളെയും ദൈവത്തിൻ്റെ അവതാര പുരുഷന്മാരായി വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സന്ദേശമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അഹമ്മദിയ ജമാഅത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ലവ് ഫോർ ഓൾ, ഹേറ്റഡ് ഫോർ നൺ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.